നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ പുഴ ആഴംകൂട്ടലിന്റെ ഭാഗമായി തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സംരക്ഷണ ഭിത്തി തകർത്തതായി പരാതി. ബെല്ലാരി ഇല്ലിപ്പിലാക്കൽ വാട്സ്ആപ്പ് കൂട്ടായ്മ വേങ്ങര സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ബെല്ലാരി ഇല്ലിപ്പിലാക്കൽ ജേതാക്കളായി. കമ്പോള കലകളേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ കുട്ടികൾ നാട്ടുകലകൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് കവി പി.കെ. ഗോപി. ക്ഷീരകർഷകൻ കാർ ഇടിച്ച് മരണപ്പെട്ടു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ മെയ് 1 സംസ്ഥാന വ്യാപകമായി മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ 5 ആരവം വിളിച്ചോതി വർണ്ണാഭമായ റോഡ് ഷോ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. തിരൂർ പുഴ ആഴംകൂട്ടലിന്റെ ഭാഗമായി തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സംരക്ഷണ ഭിത്തി തകർത്തതായി പരാതി. ആഴംകൂട്ടലിന്റെ ഭാഗമായി ശേഖരിച്ച മണലിനോടൊപ്പം സ്റ്റേഡിയത്തിലെ മണലും കടത്തുന്നതായാണ് നാട്ടുകാരുടെ ആക്ഷേപം. തിരൂർ പുഴയോട് ചേർന്ന് നിൽക്കുന്ന തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർത്തതായി പറയുന്നത്. പുഴ ആഴംകൂട്ടലിന്റെ ഭാഗമായി ശേഖരിച്ച മണലിനോടൊപ്പം സംരക്ഷണ ഭിത്തിയുടെ സമീപമുള്ള മണലും കടത്തുന്നതായാണ് പരാതി. ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നു, നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ആ സംരക്ഷണ ഭിത്തി അടക്കം ഇവർ മാന്തിക്കണം. പുഴ ആഴം കൂട്ടുക എന്നുള്ള നിലവിലാണ് മാന്തിയിട്ടുള്ളത്. മണ്ണെല്ലാം കോരിയിട്ട് ഇപ്പം നിലവിൽ ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന മണ്ണടക്കമാണ് വാരിക്കൊണ്ടിട്ടുള്ളത്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോൾ ഒരു അടി പോലും ഇല്ല വെള്ളത്തിൽ നിന്ന്, ഈ ഒരു വേനൽക്ക് പോലും ഒരു അടി പോലും ഇല്ല. ഇപ്പോൾ ഇവിടെ പുഴൻ്റെ അതിര് ഇപ്പോൾ അടുത്തൊരു മഴക്ക് വന്നു കഴിഞ്ഞാൽ അടക്കത് ഇപ്പോൾ 60 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് നടക്കാനുള്ളൊരു നടപ്പാതൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇതടക്കം കുത്തിയൊലിച്ച് പോകും ഈ കണക്കിനാണെന്നുണ്ടെങ്കിൽ. ഇതാരും അധികാരപ്പെട്ട ആരും ഒന്ന് വന്നു നോക്കണില്ല. കുറേ ദിവസമായി ഇവിടുന്ന് വണ്ടിയിൽ വന്ന് കൊണ്ടുപോകണം. നിലവിൽ ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഡ്രെയിനേജിൻ്റെ സ്ലാബൊക്കെ പൊട്ടി തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ വണ്ടി വരുന്നതുകൊണ്ട് ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് ബൈക്കുകളൊക്കെ നിർലോഭം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംരക്ഷണ ഭിത്തി തകർന്നതോടെ മഴ പെയ്താൽ നടപ്പാത വരെ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന സ്ഥിതിയാണുള്ളത്. ജില്ലാ പഞ്ചായത്ത് നഗരസഞ്ചയനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തിരൂർ പുഴ ആഴം കൂട്ടി നവീകരിക്കുന്നത്. വെട്ടം ന്യൂസ്, തിരൂർ. ബെല്ലാരി ഇല്ലിപ്പിലാക്കൽ വാട്സ്ആപ്പ് കൂട്ടായ്മ വേങ്ങര സംഘടിപ്പിച്ച 3ാമത് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് ബെല്ലാരി ഇല്ലിപ്പിലാക്കൽ വിജയികളായി. റോയൽ ട്രാവൽസ് മജസ്റ്റിക് ടവർ വേങ്ങര സ്പോൺസർ ചെയ്യുന്ന ബെല്ലാരി ഇല്ലിപ്പിലാക്കലും ആൻഡ് സ്കൈ ഫോർ കാലിക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന റീഗൽ റഹ്മത്ത് നഗറും തമ്മിൽ നടന്ന മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് ബെല്ലാരി ഇല്ലിപ്പിലാക്കൽ വിജയികളായി. വിജയികൾക്കുള്ള ട്രോഫികൾ ഇബാഹ് കുണ്ടുപുഴക്കൽ, A.K. നാസർ പുറങ്ങോടത്ത്, മലപ്പുറം ജില്ലാ ഫുട്ബോൾ ട്രഷറർ നഹീം ചേറൂർ, റോയൽ ട്രാവൽസ് വേങ്ങര ബ്രാഞ്ച് മാനേജർ ഹംസ കൊമ്പൻ, അറഫ നാസർ, സമീർ കല്ലൻ, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ സുഹൈൽ പടിക്കത്തൊടി, നജീബ് പറമ്പൻ, ഉമ്മർ കാവുങ്ങൽ, ഷെരീഫ് പന്തപ്പുലാൻ, സൈനുദ്ദീൻ അണ്ണേക്കാടൻ, സെയ്താലി, ഹക്കീം കടവത്ത് എന്നിവർ നിർവഹിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. കമ്പോള കലകളേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ കുട്ടികൾ നാട്ടുകലകൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് കവി പി.കെ. ഗോപി പറഞ്ഞു. തിരൂർ തുഞ്ചൻ പറമ്പിൽ കുട്ടികൾക്കായി തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിച്ച യുവം ദ്വിദിന സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിന്നെ ഞാനെന്തിനോ സ്നേഹിച്ചു, ദേശാടനപ്പക്ഷി, നിന്നെ ഞാനെന്തിനോ സ്നേഹിച്ചു, ശാശ്വതമല്ല
നിൻ കൂടും കുടുംബവും കൂട്ടും കുറുകലും പാട്ടും പഴംപുരാണങ്ങളും കാറ്റിന്റെ കയ്യിൽ നീ ഏൽപ്പിച്ച തൂവലും ആറ്റുവഞ്ചിപ്പൊത്തിൽ നീയിട്ട മുട്ടയും ചേറ്റുവരമ്പത്തു നീ ചെയ്ത നൃത്തവും ശാശ്വതമല്ല എന്നറിയിലും ദേശാടന പക്ഷി നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു. 8 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 20 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗം അഡ്വക്കേറ്റ് എം വിക്രമകുമാർ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ ശ്രീകുമാർ, പി കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പ്രമോദ് പി കെ, ബാലകൃഷ്ണൻ, പി രാമചന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. ക്യാമ്പ് അംഗങ്ങൾക്ക് തുഞ്ചൻ പറമ്പ് പരിചയപ്പെടുത്തി. ക്യാമ്പ് ഫയറും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച കഥയെക്കുറിച്ച് ഡോക്ടർ രോഷ്നി സ്വപ്നയും, നോവലിനെ കുറിച്ച് ഉണ്ണി ആമപ്പാറക്കലും, നാടകത്തെക്കുറിച്ച് ഡോക്ടർ കെ ശ്രീകുമാറും അനിൽ കോവിലകവും ക്ലാസ് എടുക്കും. മെയ് 1-2 തീയതികളിൽ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി തുഞ്ചൻ ബാലസമാജം കളിവീട് ക്യാമ്പും നടത്തും. മെയ് 25-26 തീയതികളിൽ മുതിർന്നവർക്കായി സാഹിത്യ ക്യാമ്പും നടത്തും. വെട്ടം ന്യൂസ്, തിരൂർ. വിതരണത്തിനായി പാലുമായി പോകുമ്പോൾ ക്ഷീരകർഷകൻ കാറിടിച്ചു മരിച്ചു. താനാളൂർ ചുങ്കത്ത് കാർ തട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന താനാളൂർ പള്ളിപ്പടി കല്ലിടുമ്പിൽ സൈതലവി എന്ന ബാവയാണ് മരണപ്പെട്ടത്. താനാളൂർ ചുങ്കത്ത് കാർ തട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന താനാളൂർ പള്ളിപ്പടി കല്ലിടുമ്പിൽ സൈതലവി എന്ന ബാവയാണ് മരണപ്പെട്ടത്. ദീർഘകാലമായി ക്ഷീരകർഷകനായിരുന്നു. ഭാര്യ ഖദീജ, മക്കൾ യാക്കൂബ്, ഉമൈബ, സീനത്ത്, സക്കീന, സലീന, മരുമക്കൾ മുനീർ ബാബു, അബ്ദുൾ അസീസ്, സാലിം, മുഹമ്മദ്, ഷാനിബ എന്നിവരാണ്. ഖബറടക്കം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പകര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. വെട്ടം ന്യൂസ്, താനാളൂർ. തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി പൊരുതുക, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ എന്ന മുദ്രാവാക്യം ഉയർത്തി മെയ് 1 സംസ്ഥാന വ്യാപകമായി മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മലപ്പുറം ജില്ലയിലെ 2 കേന്ദ്രങ്ങളിലായി മലപ്പുറത്തും തിരൂരിലും റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കാൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. പരിപാടി വിജയിപ്പിക്കാനായി അഫ്സൽ മലപ്പുറം, അലവി വേങ്ങരയെയും കൺവീനർമാരായി നിശ്ചയിച്ചു. FITU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഫസൽ തിരൂർക്കാട് എന്നിവരുടെ അധ്യക്ഷതയിൽ മലപ്പുറത്തും തിരൂരിലും സ്വാഗത സംഘം രൂപീകരിച്ചു. FITU സംസ്ഥാന കമ്മിറ്റി അംഗം സെയ്താലി വലമ്പൂർ, ജില്ലാ സെക്രട്ടറിമാരായ ഷുക്കൂർ മാസ്റ്റർ, മുജീബ് കോലളമ്പ്, സാനു ചെട്ടിപ്പടി, സലീം പറവണ്ണ, മജീദ് മാടൻപാട്ട്, അസ്ലം കല്ലടി, മഹബൂബ്, ഇർഫാൻ മലപ്പുറം, റഷീദ് മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. ഫാമിലി വെഡ്ഡിംഗ് സെന്റർ തിരൂർ പത്തമ്പാട് സോക്കർ സിറ്റി ടർഫിൽ സംഘടിപ്പിക്കുന്ന ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ 5 ആരവം വിളിച്ചോതി വർണ്ണാഭമായ റോഡ് ഷോ സംഘടിപ്പിച്ചു. ഫാമിലി തിരൂർ ഷോറൂമിലെ 6 ടീമുകൾ തമ്മിലാണ് മത്സരം. ഫാമിലി മെമ്പേഴ്സിനെ കായിക രംഗത്ത് കഴിവുറ്റവരാക്കുന്നതിനു വേണ്ടി സംഘടിപ്പിക്കുന്ന FPL സീസൺ 5 പരിസമാപ്തി കുറിച്ചു. ഷോറൂമുകൾ തമ്മിലുള്ള മത്സരം മെയ് 8 കോഴിക്കോട് നടക്കും. റോഡ് ഷോ പരിപാടിക്ക് മാനേജ്മെന്റ് അംഗങ്ങളായ സക്കീർ ഹുസൈൻ, ജാഫർ, റഹീസ്, ഹാരിസ് അന്നാര, ഇബ്രാഹിം കാളാട്, നൌഷാദ്, ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബിസിനസ് ഡെസ്ക്, വെട്ടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.